പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ബൈബിളിനുള്ള പ്രാധാന്യം എന്താണ് എന്നാണ്. ബൈബിൾ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം നൽകിയിട്ടുള്ള സന്ദേശങ്ങളാണ് ബൈബിൾ. ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണെന്ന് യോഹന്നാൻ 1:1 പറയുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവം തന്നെയായ ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ രക്ഷയ്ക്കായി ഉപകരിക്കുന്നത്? 2 തിമോത്തി 3:16-17 തിരുവചനങ്ങളിലൂടെ അത് വ്യക്തമാകുന്നുണ്ട്. വിശുദ്ധ ലിഖിതങ്ങൾ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റ് തിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ തിരുത്താനും ദൈവത്തിൻ്റെ നീതിയിൽ ജീവിക്കുവാനും അങ്ങനെ നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാനുമാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. നാം എപ്പോഴും പറയാറുണ്ട്, തെറ്റ് പറ്റിപ്പോയി എന്ന്. എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അപ്പോൾ വിശുദ്ധ ലിഖിതങ്ങൾ നാം അറിയണം, അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ശക്തിയും നാം മനസ്സിലാക്കണം. അപ്പോഴാണ് നാം തെറ്റുകളിൽ വീഴാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. വിശുദ്ധ ലിഖിതങ്ങൾ ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ ഉത്കണ്ഠകളും എല്ലാം ലഘൂകരിച്ച് ആശ്വാസം പകരുന്ന ഒന്നാണ്. അതിനായി നാം ആദ്യം ചെയ്യേണ്ടത് സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുകയാണ് വേണ്ടത്. തക്ക സമയത്ത് അവിടുന്ന് നമ്മെ ഉയർത്തിക്കൊള്ളും. നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും കർത്താവിനെ നാം ഏൽപ്പിക്കണം. കാരണം കർത്താവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പോൾ ദൈവത്തിൽ ആഴത്തിലുള്ള ഒരു വിശ്വാസം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഉത്കണ്ഠകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവത്തെ ഏൽപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഹെബ്രായർ 4:12 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളും നിയോഗങ്ങളും വിവേചിക്കുന്നതുമാണ്. മനുഷ്യൻ്റെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ദുഷിച്ചതുമാണ്. അവൻ തൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വാശിയും വൈരാഗ്യവും വിദ്വേഷവും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയുമെല്ലാം സൂക്ഷിച്ചുകൊണ്ട് അവൻ മറ്റുള്ളവരുടെ മുൻപിൽ വളരെ വിശുദ്ധരായി കാണുകയാണ്. ആ കാപട്യം നിറഞ്ഞ ഹൃദയത്തെ കണ്ടുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങളുടെ തെറ്റുകൾ തിരുത്തുവിൻ എന്ന്. തെറ്റുകൾ തിരുത്തി ഹൃദയശുദ്ധി വരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ അനുഭവിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.